ക്ഷേത്രത്തിൽ മോഷണത്തിനെത്തിയ മോഷ്ടാവിനെ കൈയോടെ പിടികൂടി നാട്ടുകാർ. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടിയത് ബലപ്രയോഗത്തിലൂടെയാണ്. പാറശാല പരശുവെക്കൽ മേലേക്കോണം ഇടനാട്ടുകോണം ക്ഷേത്രത്തിലാണ് സംഭവം. ക്ഷേത്രമതിൽ ചാടിക്കടന്നെത്തിയ മോഷ്ടാവ് ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് കാണിക്കകളും വിളക്കുകളും ഉൾപ്പെടെ കവർന്ന് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ക്ഷേത്ര ജീവനക്കാർ എത്തിയത് കള്ളന് വിനയായത്. ഇന്ന് നിറപുത്തിരി ദിനമായതിനാൽ പതിവിൽ നിന്നും നേരത്തെ ജീവനക്കാർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഈ കതിരിനെയൊക്കെ നമ്മൾ ഇവിടെ എത്തിയിരിക്കായിരുന്നല്ല, ഈ കതിരിനെല്ലാം വലിച്ചിങ്ങനെ ഇട്ടോണ്ടിരിക്കണു. ഇവൻ എവിടെ കൂടിയാണ് കയറിയാന്ന് പറഞ്ഞു. പരിസരവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ കീഴ്പ്പെടുത്തിയ മോഷ്ടാവിനെ പാറശാല പോലീസിന് കൈമാറി. കീഴ്പ്പെടുത്തുന്നതിനിടെ മോഷ്ടാവ് ഒരാളെ വിളക്കുകൊണ്ട് കുത്തി. തലനാരിഴയ്ക്കാണ് അയാൾ രക്ഷപ്പെട്ടത്. പോലീസിനു നേരെയും പ്രതിയുടെ ആക്രമണമുണ്ടായി. തുടർന്ന് ബലം പ്രയോഗിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സമീപത്തെ കോട്ടക്കോണം മഹാദേവ ക്ഷേത്രവും മല്ലികശ്ശേരി യക്ഷിയമ്മൻ ക്ഷേത്രവും കൊള്ളയടിക്കപ്പെട്ടത്. ഇവിടെ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. പരിസരത്തെ വീടുകളിലും മോഷണങ്ങൾ പതിവായിരുന്നു. ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുമ്പോഴാണ് മേലേക്കോണത്തു നിന്നും ഒരു മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുന്നത്. പിടിയിലായ മോഷ്ടാവിനെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.